ക്ലയന്റിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതനുസരിച്ച് ഡിസൈൻ ഒരുക്കുന്നയാളാണ് ശ്രീ ആഷിഖ് മാമു. ഈ വീട് അതിന്റെ തെളിവാണ്. പാതയോരത്തോട് ചേർന്നുള്ള പ്ലോട്ടാണ് ഈ വീടിന്റേത്. എന്നാൽ വാഹനങ്ങളുടെ വരവുപോക്കുകളും പൊടിയും പുകയും ഒന്നും ശല്യമാകാത്ത വിധത്തിൽ റോഡിൽ നിന്ന് കുറെ അകന്നു മാറിയാണ് ഈ വീട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുമൂലം വീടിന് നല്ല പ്രൈവസിയും ലഭിക്കുന്നുണ്ട്. പാതയോരത്തു നിന്നും അല്പം അകലെയാണ് വീട് എന്നതിനാൽ സാമാന്യം വലിയ ഗാർഡൻ നൽകാനും സാധിച്ചു. എൻട്രി ഗേറ്റായി പടിപ്പുര, അതിനരികിൽ സെക്യൂരിറ്റി സൗകര്യവും. വിശാലമാണ് മുറ്റം, അതാകട്ടെ ടൈൽസ് നിരത്തിയാണ് ഒരുക്കിയത്. വീടിന് ചുറ്റുമായി തന്നെ മുറ്റം നൽകിയിട്ടുണ്ട്. വീടിന്റെ മുൻവശത്ത് തന്നെ കാർ പോർച്ച് നൽകിയിരിക്കുന്നു. വലിയ 2 പില്ലറുകൾക്ക് മധ്യേയുള്ള ഈ സ്പേസ് പക്ഷേ ഒരു കാർ പോർച്ചാണ് എന്ന തോന്നൽ ഉളവാക്കില്ല. വീടിന്റെ തറ ഒരുക്കിയിരിക്കുന്നത് കരിങ്കല്ല് കൊണ്ടാണ്. സാധാരണ തറയുടേതിനേക്കാൾ എലിവേറ്റഡ് ആയാണ് ഇതിന്റെ തറനിരപ്പ്. ഗ്രാനൈറ്റ് നിർമ്മിതമായ സ്റ്റെപ്പുകൾ കയറി എത്തുന്നിടത്ത് തന്നെ ഫ്രണ്ട് ഡോർ. ഇടത്തോട്ട് തിരിഞ്ഞാൽ സിറ്റിംഗ് അറേഞ്ച്മെന്റോട് കൂടി തന്നെ ഒരുക്കി സിറ്റ് ഔട്ട്. അരഭിത്തിയും ചാരിപ്പടിയും നൽകി വേറെയും ഇരിപ്പിട സൗകര്യങ്ങൾ. ഈ വീടിന്റെ മുൻഭാഗം ഇങ്ങനെയാണ് ഒരുക്കിയത്. എൻട്രി ഡോർ ടീക്കുടിൽ കൊത്തുപണികൾ നൽകിയാണ് ഒരുക്കിയത്. അത് തുറന്നെത്തുമ്പോൾ 2 ഇടങ്ങളിലായി പ്രവേശിക്കാം. ഈ ഫോർമൽ ലിവിംഗ് ഏരിയയിലേക്കും ഈ നടുത്തളത്തിലേക്കും. ഫോർമൽ ഗസ്റ്റുകൾക്കുള്ളതാണ് കോമ്പാക്റ്റായ ഈ ലിവിംഗ് ഏരിയ. അഴകാർന്ന ഇരിപ്പിടങ്ങൾ, ഗസ്റ്റുകൾക്കായുള്ള കോമൺ ബാത്റൂം എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ്. ചുമരിന്റെ മധ്യഭാഗത്ത് ഉറപ്പിച്ച ഒരു അക്വേറിയവും മനോഹരമായ കാഴ്ചയാണ്. വിശാലമായ ഈ നടുത്തളവും ഒരർത്ഥത്തിൽ ഇവിടത്തെ ഒരു ലിവിംഗ് ഏരിയ തന്നെ. കാർവ്ഡ് വുഡൻ സീറ്റിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫാമിലി ഗെറ്റ് ടുഗദറിന് വരെ ഉപയോഗിക്കാവുന്ന വലിപ്പമുണ്ട് ഈ തളത്തിന്. ഈ തളത്തിന്റെ ഒരു വശത്തായാണ് അടുക്കളയും ഡൈനിങ് ഏരിയയും. സ്പേഷ്യസ് ആയ 2 അടുക്കളകളാണ് ഇവിടെ. വിറക് പാചകത്തിന് ഉപയോഗിക്കാവുന്ന വർക്കിംഗ് കിച്ചൺ, പിന്നെ മോഡേൺ സ്റ്റൈൽ കിച്ചണും. മോഡേൺ കിച്ചണിനിപ്പുറം ഡൈനിങ് സ്പേസ്. കോമ്പാക്റ്റ് ആണ് ഈ മുറി, പക്ഷേ പ്രൈവസി ഉണ്ട്. ഡൈനിങ് സ്പേസിന് വെളിയിലാണ് വാഷ് കൗണ്ടർ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീടിന് 2 കിടപ്പുമുറികളാണ്. അതിലൊന്ന് ഇതാണ്. മണിയറകളെ ഓർമ്മിപ്പിക്കുന്ന സൗകര്യങ്ങളോടെയാണ് ഈ മുറിയുടെ രൂപകൽപ്പന. മാസ്റ്റർ ബെഡ്റൂമാണിത്. ഇരിപ്പിട സൗകര്യവും മെത്തയും ഒക്കെയായി ഏറെ ആകർഷകമായി ഒരുക്കിയ മുറി. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ കിടപ്പുമുറി ഇതാണ്. ഗസ്റ്റ് ബെഡ്റൂം എന്നതാണ് കൺസെപ്റ്റ്. ഈ നടുത്തളത്തിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിട്ടുള്ളത്. തച്ചന്മാരുടെ കരവിരുത് പ്രകടമായ നല്ലൊരു വുഡൻ നിർമ്മിതി. സ്റ്റെയർകേസ് നീണ്ടെത്തുന്നത് വലിയൊരു അപ്പർ ലെവൽ ഹാളിൽ. അപ്സ്റ്റേഴ്സിലെ എല്ലാ മുറികളിലേക്കുമുള്ള പാസേജ് ആണ് ഈ ഹാൾ. പാസേജിന്റെ ഇടതുവശത്തായി 2 കിടപ്പുമുറികളാണ്. ഒന്നിതാണ്. മാസ്റ്റർ ബെഡ്റൂമിന്റെ നേരെ മുകളിലായാണ് സ്ഥാനം. ഇത് മുകളിലെ 2ാമത്തെ കിടപ്പറ. എലിവേഷനിലെ ഈ ആർച്ച് വിൻഡോയ്ക്ക് അരികിലായാണ് പൊസിഷൻ. ഈ കിടപ്പറയുടെ ഇതേ ലൈനിലാണ് ഈ ബാൽക്കണി സ്പേസ്. ഇരിപ്പിട സൗകര്യങ്ങൾ ഇൻബിൽറ്റായി തന്നെ ഒരുക്കിയിടം. ഈ ബാൽക്കണിയിലിരുന്നാൽ ഗാർഡനും പടിപ്പുരയ്ക്കരികിൽ നിന്ന് വീട്ടിലേക്ക് നീളുന്ന പാതയുമെല്ലാം ഹൃദ്യമായ കാഴ്ചയാണ്. മുകൾ നിലയിൽ മറ്റൊരു കിടപ്പറ കൂടിയുണ്ട്, അതിതാണ്. ഇതിനരികെ കോമൺ യൂസിനായി ജക്കൂസിയും സോനയും ഒക്കെ ഉൾപ്പെടുത്തിയ ഈ ബാത്റൂമുമുണ്ട്. അപ്സ്റ്റെയർ ഉപയോഗിക്കുന്നവർക്കായി ഒരു കോമൺ ലിവിംഗ് ഏരിയയും